ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദിസ് ഇസ് മുഫീദ നൗഫൽ ഫ്രം മൈ ഫ്രഷ്. ഇനി ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ഉണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മേക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ ലാസ്റ്റ് ടൈം ഞാൻ ഈ ഒരു ഫാബ്രിക്സിൻ്റെ വീഡിയോസ് പാർസൽ ഓപ്പണിംഗ് വീഡിയോ ഇട്ട സമയത്ത് ഇതിൻ്റെ പ്രിൻറ്റേഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഇൻബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഈ ഒരു വീഡിയോയിൽ ഞാൻ അതും കൂടെ ഉൾപ്പെടുത്താം കേട്ടോ. അപ്പം ഈ ഒരു ഫ്രോക്ക് നമ്മൾ 1 ഇയർ ബേബിക്ക് വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത്. ഹൈദരാബാദിലുള്ള ഒരു കസ്റ്റമറിന് വേണ്ടിയാണ്. ഇത് ഓർഗൻസ ഫാബ്രിക്കാണ് കേട്ടോ. നമ്മൾ ഈ ഓർഗൻസ ഫാബ്രിക്കിലാണ് ഈ ഒരു പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്, കസ്റ്റമൈസ് ചെയ്തതാണ്. അപ്പോൾ കസ്റ്റമർ നമുക്കൊരു വീഡിയോ തന്നിട്ടുണ്ട് കേട്ടോ, റെഫറൻസ് വീഡിയോ. അപ്പോൾ അതിൽ ഈ ഒരു മിനി മോസും കുറച്ച് ബോയും ഹാർട്സിൻ്റെയൊക്കെ പ്രിൻ്റുള്ളൊരു ഫാബ്രിക്സാണ് വന്നിട്ടുണ്ടായത്. അപ്പോൾ നമ്മൾ കസ്റ്റമറായിട്ട് സംസാരിച്ചതിന് ശേഷം ഓർഗൻസ ഫാബ്രിക്ക് ചെയ്യാമെന്നുള്ളത് തീരുമാനിച്ചു. അങ്ങനെ ഫാബ്രിക്സിൻ്റെ പ്രിൻറ്റേഴ്സിനും കാര്യങ്ങളൊക്കെ നടന്ന് 2-3 ദിവസം നമ്മൾ അതിൻ്റെ പിറകൊക്കെ നടന്ന് വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കൺഫേം ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അതിൽ മിനിമം 20 മീറ്റേഴ്സൊക്കെ വാങ്ങണം എന്നാണ് ചില ഡീലേഴ്സും അവരൊക്കെ പറഞ്ഞിട്ടുണ്ടായത്. അപ്പം നമ്മൾ ഇത് ലാസ്റ്റ് 5 മീറ്റേഴ്സിൽ ഒതുക്കിയെടുത്തു. കാരണം നമുക്ക് ഒരുപാട് ഫാബ്രിക്സ് ആവശ്യമില്ല. കാരണം തീമായി ബേസ്ഡൊക്കെ ആയിട്ട് വരുന്നത്, കസ്റ്റമൈസ് ചെയ്തിട്ട് വരുന്നത് നമ്മൾ അങ്ങനെ ബൾക്കായിട്ടൊന്നും ചെയ്യുന്നില്ലല്ലോ. സിംഗിളായിട്ടുള്ള ഏതെങ്കിലും ഒരു കസ്റ്റമറിന് അങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു കസ്റ്റമറിന് പിന്നെ നമ്മൾ എന്തായാലും വേസ്റ്റ് ആയിരിക്കും ഫാബ്രിക് ഇങ്ങനെയൊക്കെ ഉള്ളത്. ആര് ചെയ്യുമോയെന്നറിയില്ല, എന്നാലും അതുകൊണ്ടൊക്കെ നമ്മൾ എന്തായാലും 5 മീറ്റേഴ്സാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പം ആർക്കെങ്കിലും ഫാബ്രിക്സ് വേണമെങ്കിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ ബാലൻസ് ഫാബ്രിക്സ് ഉണ്ട്. ആർക്കെങ്കിലും ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പം നമ്മളിവിടെ ഈ ഓർഗൻസ ഫാബ്രിക്കിൽ ഇതുപോലെ പ്രിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഫാബ്രിക്സ് നമ്മൾ അയൺ ചെയ്തിട്ട് കട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഞാൻ അയൺ ചെയ്യാതെ ഫസ്റ്റ് കട്ട് ചെയ്ത സമയത്ത്, ബോഡി പോർഷൻ കട്ട് ചെയ്ത സമയത്ത് എനിക്ക് ചില സ്ഥലത്ത് ശരിക്കും പ്രിൻറ്റ് വരാത്ത പോലെ, പ്രിൻറ്റ് വരാത്തല്ല, ഫോൾഡ് ഇങ്ങനെ ചെറിയ ഫോൾഡ് ചെയ്തിട്ടുണ്ടായ ഭാഗത്തൊന്നും പ്രിൻറ്റ് ശരിക്കും ആയിട്ടുണ്ടായില്ല. അപ്പോൾ നമ്മൾ അയൺ ചെയ്തിട്ട് എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഭാഗമൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്യാൻ പറ്റും. കാരണം അങ്ങനെ കറക്റ്റായിട്ട് കാണുമല്ലോ നമുക്ക് ഏതൊക്കെ ഭാഗത്താണ് കറക്റ്റ് വരാത്തതെന്നുള്ളതൊക്കെ. അപ്പോൾ ഞാനിവിടെ 1 മീറ്റർ ഫാബ്രിക്സ് ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1 മീറ്റർ ഫാബ്രിക്സിൽ ഇത് നമ്മളെ നോർമൽ വിഡ്ത്ത് വരുന്ന ഫാബ്രിക്കാണ്, ഓർഗൻസ ഫാബ്രിക്. അതായത് 44 ഇഞ്ചസ് 45 ഇഞ്ചസ് ആ ഒരു റേഞ്ചിൽ വരുന്ന ഫാബ്രിക്സാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ നമ്മൾ എന്താണ് സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ ഇതുകൂടെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ട് ഫസ്റ്റ് സ്കേർട്ടിങ് പോർഷനാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ നമ്മളിവിടെ ഫ്രോക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് 1 ഇയർ ബേബിക്കാണ്. അപ്പം നമ്മൾ 11 ഇഞ്ചസാണ് ഫ്രോക്കിൻ്റെ, അത് നീ ലെങ്ത്തിലേക്ക് വരുന്ന രീതിയിലേക്കാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. അപ്പം 11 ഇഞ്ചസ് ഫ്രോക്കിൻ്റെ ലെങ്ത്ത് വേണം. അപ്പം ഞാൻ ഫോൾഡ് ചെയ്തിട്ടൊക്കെ കട്ട് ചെയ്യാൻ, പിന്നെ ബോഡി പോർഷനിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തൊക്കെ ആയിട്ട് 12 മീറ്റേഴ്സിലേക്കാണ് കേട്ടോ ഞാനിവിടെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ വേസ്റ്റിൻ്റെ ഭാഗത്ത് നമ്മൾ എക്സ്ട്രാ ഫാബ്രിക്സ് ഇതുപോലെ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഞാൻ എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അത് ഗ്യാദർ ചെയ്തിട്ടെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കിവിടെ ഈ ഒരു ഫാബ്രിക് ഇനി ഫുൾ സർക്കിളിലേക്കാണ് കേട്ടോ ഇത് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം കറക്റ്റായിട്ട് പിൻ ചെയ്തിട്ടൊക്കെ ഫസ്റ്റ് ടൈം കട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പിന്നൊക്കെ ചെയ്തിട്ട്, അല്ലെങ്കിൽ നമ്മൾ ക്ലിപ്പൊക്കെ ചെയ്തിട്ട് ചെയ്യുന്നാൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും, അയൺ ചെയ്തിട്ടൊക്കെ. കാരണം ഫാബ്രിക്സ് കുറച്ചൊരു എന്താണ് തെന്നിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം കറക്റ്റായിട്ട് മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ ചെയ്യാം. ഞാനിവിടെ മാർക്കൊന്നും ചെയ്തിട്ടില്ല, കാരണം നമുക്ക് ഡെയിലി ഈ ഒരു സീസണ് വരുന്നതുകൊണ്ട് കട്ട് ചെയ്യുമ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇത് ഞാൻ ചുവപ്പൊന്നും വരക്കാണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് മനസ്സിലായി. ആക്ച്വലി ഞാൻ ഇങ്ങനെ തന്നെ കേട്ടോ കട്ട് ചെയ്യൽ. കാരണം നമുക്ക് എപ്പോഴും ബർത്ത്ഡേ ഫ്രോക്സ് അല്ലേ വരുന്നത്, 1 ഇയർ ബേബിക്കാണ് വരുന്നത്. അപ്പം ഈ ഒരു സൈസിലും കാര്യങ്ങളും പിന്നെ എന്തെങ്കിലും ലെങ്ത്തും കാര്യങ്ങളൊക്കെ കൂട്ടണം എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ഒരു രീതിയിൽ കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. പിന്നെ ബോഡി പാർട്സ് ആയാലും നമുക്കെപ്പോഴും വരുന്ന മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ തന്നെ ആകുന്നതുകൊണ്ട് ആ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്ത് പോകുന്നതാണ് കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും മാർക്ക് ചെയ്ത് അയൺ ചെയ്ത് അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെയാണ് നല്ലത്. നമ്മളിപ്പം കട്ടിങ്ങിൽ എന്തെങ്കിലും പറ്റിയാലും നമുക്ക് സ്റ്റിച്ചിങ്ങിൽ നമുക്ക് ഇതാക്കാൻ പറ്റും. അപ്പം ചില ആൾക്കാർക്ക് കട്ട് ചെയ്ത് ആ രീതിയിലേ സ്റ്റിച്ച് ചെയ്യും, അങ്ങനെയൊക്കെ ഉണ്ടാവും. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും അബദ്ധം കട്ടിങ്ങിൽ പറ്റിയാൽ അത് സ്റ്റിച്ചിങ്ങിൽ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം കണ്ടോ ഇതുപോലെയാണ് ഫുൾ സർക്കിളിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്, കട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ വേസ്റ്റിൻ്റെ ഭാഗത്ത് കുറച്ച് ഗ്യാദേഴ്സ് എക്സ്ട്രാ വരുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ
നിങ്ങൾ ഫൈനൽ ലുക്ക് പ്രൊഡക്റ്റിൻ്റെ ലുക്ക് കണ്ടല്ലോ ഫ്രോക്കിൻ്റെ. അപ്പോൾ ആ ഒരു രീതിയിലാണ് വരിക. അപ്പോൾ ഇത്രയും ഫ്ലെയേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വേസ്റ്റിൻ്റെ ഭാഗത്ത് ഇത്രയും വരുന്നുണ്ട്. ഇനി നമ്മളതിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ സ്റ്റിഫ് നെറ്റ് അല്ലെങ്കിൽ കൺകൺ ലേസ് വെച്ചിട്ടാണ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഓർഗൻസ് ഇത് സോഫ്റ്റ് ഓർഗൻസ് ആണ് കേട്ടോ, അതാണ് ഇത്ര ഇതായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ നമ്മൾ ആ വേസ്റ്റിൻ്റെ ഭാഗത്ത് കട്ട് ചെയ്ത ഫാബ്രിക്സ് ഉണ്ടല്ലോ, അതാണ് ഞാനിവിടെ ബോഡി പാർട്ടിലേക്ക് എടുക്കുന്നത്. കാരണം അത് എക്സ്ട്രാ ഫാബ്രിക്സ് ഉണ്ട്. നമ്മൾ വൺ സൈഡ് എടുക്കുന്ന സമയത്ത് തന്നെ 50+ ഇഞ്ചസ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് ബോഡി ലെങ്ത്ത് വേണ്ടത് 9 ഇഞ്ചസാണ് വേണ്ടത്, മാർജിൻ അടക്കം. അപ്പം അതൊക്കെ ഈ ഒരു ഫാബ്രിക്കിൽ വരുന്നുണ്ട്. അപ്പം ബോഡി പാർട്സും കൂടെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഒരു 1 മീറ്റർ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ കട്ട് ചെയ്ത സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ആ മിക്കി മൗസിൽ പ്രിൻ്റ് വരുന്നുണ്ടല്ലോ, അത് ഇങ്ങനെ താഴോട്ടായിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ. അപ്പം ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ സിബ് ബാക്ക് പോർഷനിലേക്ക് സിബ് വരുന്നതുകൊണ്ട് സിബിന് എക്സ്ട്രാ ഫാബ്രിക്സ് വെച്ചിട്ട്, കാരണം ഇത് എക്സ്ട്രാ ഫാബ്രിക് ഉണ്ട് കേട്ടോ, നമ്മൾ അതിനനുസരിച്ച് എടുത്താൽ മതിയാവും. അപ്പം ഞാനിതുണ്ടാവും രണ്ടും ആ ഒരു രീതിയിലേക്ക് തന്നെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മിന്നി മൗസ് എൻ്റെ ആ ഒരു പ്രിൻ്റ് കറക്റ്റായിട്ട് വരുന്ന രീതിയിലേക്ക്. പിന്നെ സിബ് വെക്കേണ്ടതുകൊണ്ട് തന്നെ നമ്മുടെ ബാക്ക് പോർഷനിലേക്ക് ഒന്ന് കുറച്ച് കടത്തി വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പോർഷനിൽ ഫാബ്രിക്സും കൂടെ വെച്ചിട്ട് ബോഡി പാർട്സ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ബോഡി പാർട്സൊക്കെ നമ്മൾ സെയിം സാധാരണ കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് വരുന്നത്. നമ്മൾ എന്താണ് ആം ഹോൾ 4.5 ഇഞ്ച്, 1 ഇയർ ബേബിക്കാണ്ട് തന്നെ 4.5 ഇഞ്ചസും, പിന്നെ നമ്മൾ റൗണ്ട് സീനൊക്കെയാണ്, നോർമൽ സീനൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്താൽ മതിയാവും. ഞാനിവിടെ ബോണിങ് നെറ്റ് അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഫസ്റ്റ് നമ്മൾ ഫാബ്രിക്സിൻ്റെ നല്ല വശത്ത് ബോണിങ് നെറ്റ് വെച്ച് അതൊന്ന് മടക്കിയിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടാണ് കേട്ടോ നമ്മൾ അത് സെറ്റ് ചെയ്യുന്നത്. കാരണം നമ്മൾ എക്സ്ട്രാ ഫാബ്രിക്സ് ഒന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു 1/4 ഇഞ്ചാണ് ഞാൻ എക്സ്ട്രാ ആയിട്ട് എടുത്തിട്ടുണ്ടായത്. കാരണം നമുക്ക് 11 ഇഞ്ചസാണ് സ്റ്റിച്ച് ചെയ്തിട്ട് വേണ്ടത്. അപ്പോൾ ഒരു 12 ഇഞ്ചസ് ഞാൻ ഫാബ്രിക്സ് എടുത്തിട്ടില്ല, സ്റ്റിച്ചിങ് അലവൻസ് അടക്കം. അപ്പം ആ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് പിന്നെ നമ്മുടെ സ്ലീവിൻ്റെ പാറ്റേൺസ് ആണ് കേട്ടോ. ഞാൻ ഇത് ഓൾറെഡി നമ്മൾ പഫ് സ്ലീവ് മേക്കിങ്ങിൻ്റെ വീഡിയോസ് ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സെയിം പാറ്റേൺ കട്ട് ചെയ്യുന്നതൊക്കെ ഞാൻ ഓൾറെഡി ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ഓർഗൻസ ഫാബ്രിക് ആയതുകൊണ്ട് തന്നെ സെയിം അളവിൽ തന്നെ നമ്മൾ സാറ്റിൻ ഫാബ്രിക്കും കൂടി ചെയ്തിട്ടുണ്ട്. അത് രണ്ടും കൂടിയാണ് കേട്ടോ നമ്മൾ ഇതുപോലെ ഗ്യാദേഴ്സൊക്കെ ചെയ്തെടുക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഡബിൾ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. നോർമലായിട്ടുള്ള സ്ലീവിൻ്റെ പാറ്റേണിലും പിന്നെ ഈ ഒരു സ്ലീവിൻ്റെ പാറ്റേണിലും കൂടി ചെയ്തിട്ടില്ല. കാരണം നിങ്ങൾ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ പഫ് സ്ലീവ് മേക്കിങ്ങിൻ്റെ വീഡിയോസ് കണ്ടാൽ ഞാൻ ലിങ്ക് ഇതിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും നമ്മളെങ്ങനെയാണ് പഫ് സ്ലീവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ചെയ്താൽ ആ ഒരു രീതിയിൽ തന്നെ കിട്ടും. പഫ് സ്ലീവിനെ നമുക്ക് ഡിഫറെൻറ്റ് രീതിയിൽ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ ചെയ്തെടുത്ത രീതിയിലൊക്കെ എഡ്ജസിൽ നമ്മൾ സ്ലീവിൻ്റെ എഡ്ജസിൽ ബെൽറ്റ് അല്ലെങ്കിൽ നമുക്കൊരു കട്ട് പീസൊന്നും വരാത്ത രീതിയിലാണ് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പീസ് വെച്ചിട്ട് നമുക്ക് ആ കവർ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ ഇവിടെ ഈ ഒരു ഇതിൽ തന്നെ നമുക്കൊരു ചെറിയൊരു നമുക്ക് എത്രയാണോ വിഡ്ത്ത് ലെങ്ത്ത് വേണ്ട അതിനനുസരിച്ചുള്ളൊരു പീസ് എടുത്തിട്ടൊന്ന് ജസ്റ്റ് കവർ ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. സ്ലീവിൻ്റെ എഡ്ജസിൽ കേട്ടോ, അങ്ങനെ ഒരു ബോർഡർ പോലെ വരുന്നില്ലേ, അങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ ആ രീതിയിലല്ല സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഒരു ലൈനിങ് കൂടി എടുത്തിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ഒരു കുറച്ചും കൂടെ പഫി ആയിട്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ചസ് ഒന്നും കാണാത്ത രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾ ബോർഡറൊക്കെ വരുന്ന രീതിയിലാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ തന്നെ ആ ഒരു ബോർഡറും കൂടെ അതിൽ ആഡ് ചെയ്താൽ മതിയാവും. ഞാൻ നമ്മൾ ട്രിപ്പിൾ ലൈനിങ് ഒരു ലൈനിങ് കൂടെ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് നമ്മുടെ സ്ലീവ് ആം ഹോളിലൊക്കെ ഇല്ല സ്റ്റിച്ചസൊക്കെ കവർ ചെയ്യാൻ കൂടിയാണ് കേട്ടോ ഇത് ആ ഒരു ലൈനിങ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതുപോലെയാണ് ഞാൻ ആദ്യം ഫസ്റ്റ് അതിൻ്റെ എഡ്ജസിൽ അതായത് സ്ലീവിൻ്റെ എൻഡിൽ ബോട്ടം പാർട്ടിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ലെങ്ത്ത് അതായത് വിഡ്ത്ത് സ്ലീവിൻ്റെ വിഡ്ത്ത് കുറച്ച് കൂടിയോണ്ട് ഒന്നും കൂടെ അതൊന്ന് ചുരുക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഇടയ്ക്ക് നമുക്കിതുപോലെ വിഡ്ത്തൊക്കെ ചിലപ്പോൾ കൂടിയിട്ടുണ്ടാവും. അപ്പം നമ്മളൊന്നും കൂടെ ഒന്ന് ചുരുക്കി എടുക്കാറുണ്ട്. ഇതിൽ പിന്നെന്താ വെച്ചാൽ ഞാൻ ക്രേപ്പ് ഫാബ്രിക്കാണ് കേട്ടോ സെക്കൻഡ് ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് സാറ്റിനും പിന്നെ ക്രേപ്പ് ഫാബ്രിക്കാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ ലൈനിങ് എടുത്താൽ നമുക്ക് സ്ലീവിൻ്റെ
നമ്മൾ ആം ഹോളിൽ അതുപോലെ തന്നെ എല്ലാ ഭാഗത്തുള്ള സ്റ്റിച്ചസൊക്കെ പരമാവധി കവർ ചെയ്യാൻ പറ്റും. കുഞ്ഞു മക്കളല്ലേ, അപ്പം ചിലപ്പോൾ എന്തെങ്കിലും സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ചെറിയ എന്താണ് നൂല് പോലും ചില മക്കൾക്ക് ഇറിറ്റേഷൻസ് ഉണ്ടാക്കും. അപ്പം അതൊക്കെ ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടോ ഞാൻ ഇതുപോലെ മാക്സിമം സ്റ്റിച്ചസൊക്കെ കൊടുത്തിട്ട് കവർ ചെയ്തിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഇതൊന്നും ആവശ്യമില്ലെങ്കിൽ അതൊക്കെ സ്കിപ്പ് ചെയ്യാം. നമ്മൾ എക്സ്ട്രാ കൊടുക്കുന്ന അല്ലെങ്കിൽ എക്സ്ട്രാ സ്റ്റിച്ച് കൊടുക്കുന്നതെന്ന് വെച്ചാൽ കുട്ടികളുടെ കംഫർട്ടിന് വേണ്ടിയാണ്. നിങ്ങൾക്കത് വേണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര സിമ്പിളായിട്ട് മതി എന്നുണ്ടെങ്കിൽ ചില ആൾക്കാർ വൺ ടൈമേ യൂസ് ചെയ്യും, എന്തിനാണ് നമ്മൾ ഇങ്ങനെയൊക്കെ സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ പോലും എത്ര ഹെവി ആയിട്ടുള്ള ഡ്രസ്സായാലും വൺ ടൈം മക്കൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയുള്ള ഡ്രസ്സ് ഇറിറ്റേഷൻസൊക്കെ ഉണ്ടായാൽ പിന്നെ അങ്ങനെയുള്ള ഡ്രസ്സേ ഇടില്ല. അപ്പോൾ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിച്ചസൊക്കെ ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിയിൽ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ബോഡി പാർട്സൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ സ്ലീവായാലും ബോഡി പാർട്ടൊക്കെ ആയാലും നമ്മളിതുപോലെ ഫുള്ളി കവർ ചെയ്യുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. സ്ലീവിൻ്റെ ആം ഹോളിൻ്റെ ഭാഗം അതുപോലെ തന്നെ ഒക്കെ നമ്മൾ കവർ ചെയ്തിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് സിബും കൂടെ ആഡ് ചെയ്യാനുണ്ട്. സിബ് ഫുള്ളായിട്ടുള്ള സിബ് ബോഡി പാർട്ടും ബോട്ടം പാർട്ടിലേക്കും കവർ ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മൾ സിബ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ലൈനിങ് പാർട്ടും അതുപോലെ തന്നെ നമ്മൾ മെയിൻ ഫാബ്രിക്കൊക്കെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്, സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മൾ ബോട്ടം പാർട്ട് ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഫസ്റ്റ് നമ്മൾ ഓർഗൻസ ഫാബ്രിക്കും പിന്നെ അതിൻ്റെ അടിയിലായിട്ട് സാറ്റിൻ ഫാബ്രിക്കും നമ്മൾ ഇതുപോലെ തന്നെ, അതായത് സെയിം അളവിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമ്മൾ മെയിൻ ഓർഗൻസ ഫാബ്രിക് എടുത്ത് അതിലും നമ്മൾ ബോണിങ് നെറ്റ് വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ലൈനിങ് ആയിട്ട് നെറ്റ് ഫാബ്രിക്കാണ് കേട്ടോ, പ്ലെയിൻ നെറ്റ് ഫാബ്രിക് എടുത്തിട്ടുണ്ട്. അതൊരു 4 മീറ്റർ വാങ്ങിയിട്ട് ഇതുപോലെ 3 പീസായിട്ട്, അപ്പം 12 മീറ്റേഴ്സിൻ്റെ ഇത് കിട്ടിയിട്ടോ. അത്രയും നമ്മൾ ഫ്ലെയർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല പഫി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. നമുക്കിനി എക്സ്ട്രാ ലൈനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പം നമ്മൾ സ്ലീവിൽ ഇതുപോലെ 2 ബോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ റെഫറൻസ് പിക്കിൽ അതുപോലെ ഉണ്ടായിട്ടോ. അപ്പം നമ്മൾ ആ ഒരു പിങ്ക് പിന്നെ അതുപോലെ തന്നെ ഒരു വേസ്റ്റ് ബെൽറ്റും കൂടി ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യം പിക്കും വീഡിയോസൊന്നും എടുക്കുമ്പോൾ ഇതൊക്കെ എടുക്കാൻ മറന്നുപോയി. അപ്പം രണ്ടാമത് നമ്മൾ വീഡിയോസൊക്കെ എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചിട്ടുണ്ട്, പക്ഷേ ഫോട്ടോ വീഡിയോസൊക്കെ എടുക്കുമ്പോൾ മോളെയും കൂട്ടിയിട്ടാണ് നമ്മൾ പുറത്ത് പോയിട്ടാണ് ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായത്. അപ്പം അത് വിട്ടുപോയി. ഇടയ്ക്ക് മോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടുന്നതുകൊണ്ട് അവളെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് എടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതാണ് ഫൈനൽ ഔട്ട്പുട്ട് വരുന്നത്. അപ്പം ഇതിൽ നമ്മൾ എക്സ്ട്രാ ലൈനിങ് നമ്മൾ അധികം കൊടുത്തിട്ടില്ല, കാരണം എന്താ വെച്ചാൽ നല്ല പഫി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഓൾറെഡി. അപ്പം ഞാൻ രണ്ടാമത് നമ്മൾ സാറ്റിൻ ബോയും ഫ്രണ്ടിലേക്ക് വരുന്ന ബോയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് നമ്മൾ ബോ ഒരു ബിഗ് സൈസിലെ ബോയും പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേസ്റ്റ് ബെൽറ്റും കൂടെ വരുന്ന രീതിയിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. വേസ്റ്റ് ബെൽറ്റ് എന്ന് വെച്ചാൽ നമുക്കിത് റിമൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിൽ നമ്മളിപ്പം നമ്മൾ പ്രസ് ബട്ടൺസാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഇത് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ബോഡി പാർട്സും മറ്റേ നമ്മളെ ബോട്ടം പാർട്ടും സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഒന്നിച്ച് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ബോ മേക്ക് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഷോർട്സ് ആയിട്ടും പിന്നെ റീൽസ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. വീഡിയോ എടുക്കുമ്പോൾ ഓരോരോ അബദ്ധങ്ങളാണ് കേട്ടോ. നമ്മൾ ഓരോ ചില റീൽസിലും വീഡിയോസിലൊക്കെ കാണില്ലേ, താലി കെട്ടുമ്പോൾ ഓരോരോ കോമഡി അതുപോലെ ഉണ്ട്. ഇത് ഇപ്പം ഏത് ഭാഗത്തെ വെച്ചാലാ നമ്മൾ ചിരിച്ച് മരിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ. കാരണം ഇത് ഇപ്പുറത്തെ ഇടവേണ്ടല്ലോ അപ്പുറത്തെ ഇടവേണ്ട അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉണ്ടായത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്രസ് ബട്ടൺസ് സെറ്റ് ചെയ്തിട്ട് ചിരിക്കലിൽ നമ്മൾ വീഡിയോസ് പിന്നെ അതിൻ്റെ സ്ലീവൊക്കെ കുടുങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഈ ഒരു സൈഡ് മാത്രമേ കാണുന്നില്ല. വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കൈയടക്കം ഞാൻ ബെൽറ്റിൻ്റെ ഉള്ളിൽ കുടുക്കിയിട്ടുണ്ടെന്നല്ല കണ്ടത്. അപ്പം ഇതാണ് നമ്മളെ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. പിന്നെ നമ്മൾ ഫ്രോക്കിൻ്റെ ഡമ്മിയിൽ ചെറിയൊരു പിങ്ക് കളർ ഫാബ്രിക് കാണുന്നുണ്ട്, നിങ്ങൾ കാര്യമാക്കണ്ട. ഡമ്മി കറക്റ്റായിട്ട് നിൽക്കാത്തതുകൊണ്ട് തന്നെ അതിനൊന്ന് കെട്ടി വെച്ചതാണ് കേട്ടോ അത്. അപ്പോൾ അതാണ് ഡമ്മിയിൽ അങ്ങനെ ഒരു പിങ്ക് കാണുന്നത്. ഇതാണ് നമ്മൾ ഫ്രോക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് കണ്ടോ. ഇത്രയും ഹെവി ആയിട്ടാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ഫ്രോക്കിൻ്റെ വിശേഷങ്ങളായിട്ട് വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.